സ്ത്രീയെ അടിക്കാൻ പറഞ്ഞു ഖുറാനിൽ. അത് വിരുദ്ധതയാണോ? അല്ലേ? ഈ 4 കെട്ട് നേരെ എന്റെ പൊന്നു കോയ, ഞാൻ 4 കെട്ടിയത് എങ്ങനെയാണ്? ഞാൻ 4 കെട്ടിയത് ഒരു ഭാര്യയെ കെട്ടുന്നു, അത് ഒഴിവാക്കുന്നു, അടുത്തത് കെട്ടുന്നു. അത് അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. അല്ലാതെ മുഹമ്മദ് നബി ചെയ്ത മാതിരി ഇതേപോലെ 4 എണ്ണത്തിനെ കൊണ്ട് നടക്കുന്നു, 11 എണ്ണത്തിനെ കൊണ്ട് നടക്കുന്നു, പിന്നെ വെപ്പാട്ടികളെ കൊണ്ട് നടക്കുന്നു, പിന്നെ ശരീരം ദാനം ചെയ്തവരെ കൊണ്ട് നടക്കണം. അതും പോരാതെ അവിടെ തോട്ടത്തിൽ കയറിയിട്ട് അവിടെ കണ്ട പെണ്ണുങ്ങളുടെ തോളത്ത് കൈവച്ചിട്ട് ശരീരം ദാനം ചെയ്യൂ പെണ്ണെ എന്ന് ചോദിക്കുന്നു. കളി തരുമോ കരളെ എന്ന് ചോദിക്കുന്നു. ഈ പണിയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഓക്കെ. പിന്നെ അതുകൂടാതെ സമ്മാനം കിട്ടി അടിമയെ വെച്ച് പൂശുന്നു. ഗോത്രം പിടിച്ചടക്കാൻ പോയിട്ട് അവിടെ നിന്ന് കിട്ടുന്ന പെണ്ണുങ്ങളെ പിടിച്ചിട്ട് കൊണ്ടുവന്ന് പൂശുന്നു. ഞാൻ നിങ്ങളുടെ ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചു. മോശം എന്ന് പറഞ്ഞാൽ മോശം 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 അഭിപ്രായം കുടുംബത്തെ പറ്റി നാട്ടുകാർക്ക്. ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല കോയ. ഓക്കെ. അപ്പൊ കോയ ഒന്ന് സമാധാനിക്ക്. അപ്പൊ കോയ ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് നമ്മളെ ഇവിടെ കുഴിച്ചു മൂടാന്നൊക്കെ വിചാരിച്ച് വന്നു കഴിഞ്ഞാൽ മുഹമ്മദ് നബി ഏറി കയറും. അതാണ് ഉണ്ടാവുക. ഓക്കെ. അതാ പറഞ്ഞത്, നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞതിൽ ഒരു തെറ്റ് നിങ്ങൾ കാണിച്ചാ. എനിക്ക് ധൈര്യക്കുറവൊന്നുമില്ല. അന്ന് ഒരെണ്ണം പറയും. ഇല്ല, ഞാൻ ഒരിക്കലും പറയില്ല. ശിവനാണ് സത്യം. അങ്ങനെ പറഞ്ഞൊരു കാര്യമില്ല കോയ. പറഞ്ഞതിൽ എന്താ തെറ്റ്? എവിടെയാണ് തെറ്റെന്ന് പറയും. ഇസ്ലാമല്ലേ? നിങ്ങൾ പറയും. നിങ്ങൾ ഇസ്ലാം പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഇസ്ലാം പഠിച്ചിട്ടുണ്ടോ? എന്നാ പറയും. ഏത് ആയത്തിലാണ് സ്ത്രീയെ തല്ലാൻ പറയുന്നത്? ഏത് ഖുറാനിലെ ഏത് ആയത്തിലാണ് സ്ത്രീയെ തല്ലാം എന്ന് പറയുന്നത്? ഭാര്യയെ തല്ലാം എന്ന് പറയുന്നത് ഏത് ആയത്തിലാണ്? ഭാര്യയെ തല്ലാന്നോ? അത് അനക്കുള്ള പ്രശ്നം. ഏതായത്തിലാന്ന് പറയും. പറയുന്നില്ല. ഏതായത്തിലാന്ന് പറയും. ഭാര്യയെ തല്ലാം, മറ്റേ തല്ലാന്നല്ല. ഭാര്യ അനുസരണക്കേട് കാണിച്ചാൽ നിങ്ങൾക്ക് അവളെ തല്ലാം എന്ന് പഠിപ്പിക്കുന്ന ആയത്ത് ഖുറാനിലെ ഏത് ആയത്താണ്? ഏത് സൂറത്തിലാണ്? അത് ഉത്തരം പറ. അത് പറങ്ങട്. നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ. ഞാനത് ചോദിക്കരുതായിരുന്നു. കാണിച്ചിട്ടാണെങ്കിൽ അന്യം തല്ല. അപ്പൊ തല്ലാമെന്നുള്ളത് നിങ്ങൾ സമ്മതിച്ചോ? ഖുർആന്റെ മാത്രമല്ല, ഇവിടുത്തെ പോളിസി തന്നെയാണ്. ഇവിടുത്തെ പോളിസി ഒന്നല്ല. ഇവിടെ തല്ലിയ ജയിലിൽ കിടക്കും. കോയ ആണെങ്കിൽ ഏത് പോപ്പുലർ പ്രവാചകനാണെങ്കിലും ജയിലിൽ കിടക്കും. ഡൊമസ്റ്റിക് വയലൻസ് ആണത്. അത് ഡൊമസ്റ്റിക് വയലൻസ് ആണ്. ഭാര്യയെ തല്ലാനുള്ള അനുവാദം ഒന്നും ഇവിടെ ഇല്ല. അപ്പൊ കോയ പറയും, ഈ ഖുറാനിൽ ഏതായത്തിലാണ് ഇത് പറയുന്നത്? പറയൂ. ഭാര്യയെ തല്ലാം എന്ന അനുവാദം കൊടുക്കുന്ന ആയത്ത് ഖുറാനിൽ ഏതാണ്? പറയൂ. നിങ്ങൾ ഖുറാനിലെ കാര്യം പറയും. ഞാൻ ഖുറാനിലെ കാര്യം പറയുമ്പോൾ അത് തെറ്റാണെന്നല്ലേ നിങ്ങൾ പറയണേ? നിങ്ങൾ പറയും. നിങ്ങൾ പഠിച്ച ആളല്ലേ? നിങ്ങൾ പഠിച്ച ആളല്ലേ? ഞാൻ പറയാൻ ഒരു ആയത്തും കൂടി പറയാൻ എനിക്കറിയില്ല. അയ്യേ, അത് ശരി. അപ്പൊ നിങ്ങളല്ലേ പറഞ്ഞത് എന്നെക്കാളും കൂടുതൽ പഠിച്ചിട്ടുണ്ടെന്ന്. എന്നിട്ട് ഇപ്പൊ പെട്ടെന്ന് പ്ലേറ്റ് അങ്ങ് മാറ്റുകയാണോ കോയ? അത് മോശമല്ലേ കോയ? അയ്യേ അയ്യേ അയ്യേ, നാണക്കേട്. ഇസ്ലാമിനെ രക്ഷിക്കാൻ വന്നിട്ട് ഇതേപോലെ ഇസ്ലാമിനെ കുഴിച്ചു മൂടുന്ന അവസ്ഥ. എന്നാ പറയ്, ഖുറാനിലെ ഏതായത്താന്ന് പറയൂ. ഭാര്യയെ തല്ലാം എന്ന് സമ്മതിക്കുന്ന ഖുറാനിലെ ആയത്ത് ഏതാന്ന് പറയൂ. ഭാര്യയെ തല്ലാം എന്ന് പറയുന്ന ഖുറാനിലെ ആയത്ത് ഏതാന്ന് പറയൂ. മനസ്സിലാവുന്ന ഒരു ആയത്ത് എനിക്കറിയില്ല. നിങ്ങൾ പറയൂ. നിങ്ങൾ പഠിച്ച ആളല്ലേ? നിങ്ങൾ ഇസ്ലാം പഠിച്ച ആളല്ലേ? പറയൂ. ഞാൻ പഠിക്കാൻ തയ്യാറാണ്. ഞാൻ നിങ്ങളെ ശിഷ്യനാകാൻ തയ്യാറാണ്. നിങ്ങൾ പറഞ്ഞു തരൂ. നിങ്ങൾ എന്റെ ഉസ്താദ് ആകുമോ പ്ലീസ്? വെളിച്ചെണ്ണ കുപ്പിയായിട്ട് ഞാൻ വരാം. ഞാൻ വെളിച്ചെണ്ണ കുപ്പിയായിട്ട് വരാം. നിങ്ങൾ എന്റെ ഉസ്താദ് ആകുമോ? ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് നേരത്തെ അന്ന് ഉസ്താദ് ഒന്ന് പറഞ്ഞതാ. ഏതാണ് ആയത്ത്? ഭാര്യയെ തല്ലാമെന്ന് സംബന്ധിച്ച ആയത്ത് ഏതാന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ആയത്ത് മനസ്സിലാക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ആയത്ത് പറഞ്ഞിട്ടാണെങ്കിൽ മനസ്സിലാകുന്ന ആളല്ലെങ്കിൽ അതുകൊണ്ട് എന്നോട് ആയിക്കോട്ടെ. എന്നാ എനിക്കൊന്ന് പഠിപ്പിച്ചതാ, ഒന്ന് മനസ്സിലാക്കിത്താ. ഞാൻ പറഞ്ഞില്ല, അതിന് വേറെ നമ്മൾ സ്കൂളൊക്കെ ഇഷ്ടംപോലെ. ഇനിയിപ്പോ അതിന് ഞാൻ വേറെ സ്കൂളിൽ പോകണം. അത് കൊള്ളാലോ. റെഡി ആയിട്ട് വാ. നമ്മൾ നിങ്ങളുടെ ഭാര്യമാരിൽ നിങ്ങൾ അനുസരണക്കേട് നിങ്ങൾ ഭയന്നാൽ ആദ്യം അവരെ ഉപദേശിക്കുക. എന്നിട്ട് ശരിയായില്ലെങ്കിൽ അവരെ കിടപ്പറയെന്ന് വിട്ടു നിൽക്കുക. എന്നിട്ടും ശരിയായില്ലെങ്കിൽ പൊതുവെ തല്ലുക. ഇതെല്ലാം എഴുതി പിടിപ്പിച്ചിരിക്കണേ. ഏതെങ്കിലും നിരീശ്വരവാദി വായിച്ചിട്ട് അത് അങ്ങനെ ഇത് നിരീശ്വരവാദി. അത് ശരി. അപ്പൊ അള്ളാഹുക്ക് ഇപ്പൊ നിരീശ്വരവാദിയായോ? മുഹമ്മദ് നബി നിരീശ്വരവാദിയാണോ? തഫ്സീർ എഴുതിയ ആളുകളൊക്കെ നിരീശ്വരവാദിയാണോ? സഹിയായ ഹദീസ് എഴുതിയ ബുഖാരി മുസ്ലിം ഒക്കെ നിരീശ്വരവാദി? അത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അത് ഞാൻ അറിഞ്ഞില്ല.
ഈ അത് ഞാൻ അറിഞ്ഞില്ല. ലോകത്തുള്ള ജനങ്ങളൊക്കെ നോക്ക്, ഒരു ദിവസം അമേരിക്കയിൽ ആയിരക്കണക്കിന് ആൾക്കാർ ഇങ്ങോട്ട് ഇസ്ലാമിലേക്ക് കടന്നു വരിക എന്നല്ലാണ്ട് എന്റെ മതത്തിൽ ആരും പോണില്ല. ഇഷ്ടം പോലെ ആളുകൾ പോകുന്നു. അവിടെ മിഡിൽ ഈസ്റ്റിൽ നിങ്ങൾ നോക്കൂ, അവിടെ ഇറാനില്, അതുപോലെ കുവൈത്തില്, അതുപോലെ മറ്റു പല രാജ്യങ്ങളിൽ നിങ്ങൾ എടുത്തു നോക്കൂ, അവിടെ ആളുകൾ ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് പോവാണ്. പള്ളികൾ പൂട്ടി, അത് അറിഞ്ഞോ? ഇറാനിൽ മാത്രം 50,000 പള്ളികളാണ് പൂട്ടിയത്, നിസ്കരിക്കാൻ ആളില്ലാണ്ട്. നിങ്ങൾ അറിഞ്ഞോ കോയ? ഇറാനിൽ 50,000 പള്ളി പൂട്ടിയ കഥ നിങ്ങൾ അറിഞ്ഞോ? ആ ശരി, അറിഞ്ഞിക്കുന്നു ഞാൻ. അതെ, അതുകൊണ്ട് അങ്ങനെ പേടിച്ചു പോകാനൊന്നും ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. എങ്ങനെ പൂട്ടിയതെന്ന് പറ. എത്രയോ പൂട്ടിക്കുന്നത്, അത് മുസ്ലിം പള്ളിയല്ല, ക്രിസ്ത്യാനി അത് ശരി, അങ്ങനെ പറഞ്ഞാൽ മതി. നീ മുസ്ലിം പള്ളി പൂട്ടി, അവിടുത്തെ ഉസ്താദ് വന്നിരുന്ന് നിലവിളിയായിരുന്നു ടിവിയില്. നിങ്ങളത് കാണൂല. അപ്പൊ അമേരിക്കയിൽ വളരുന്നത് മാത്രം നിങ്ങൾ കാണൂ. അമേരിക്കയിൽ തന്നെ വളരുന്നത് എങ്ങനെയാണ്? ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ള ആളുകൾ ഒരു 7 വർഷം 10 വർഷം കഴിയുമ്പോൾ വന്ന ആളുകൾ മുഴുവൻ തിരിച്ചു പോകുന്നു എന്നുള്ള കണക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കോയ?